കണ്ടോ അടിപൊളി പൂമാലയല്ലേ നമുക്ക് ഓണത്തിനൊക്കെ കൊടുക്കാം. സൂപ്പറാണോടാ? സൂപ്പറായിണ്ടല്ലോ. നമ്മൾ ഓണത്തിനൊക്കെ സെറ്റ് കൊണ്ടൊക്കെ കൊടുത്താൽ നമുക്ക് പൂക്കൾ കിട്ടാൻ ഭയങ്കര പാടല്ലേ. ചിലപ്പോൾ നമുക്ക് ഇവിടുത്തെ കടകളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. എന്നാലും നമ്മുടേതായ രീതിയിൽ നമ്മുടെ സാരിക്കൊക്കെ മാച്ച് ആവുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ പൂമാല ഉണ്ടാക്കുന്നത് കുറേ പേർക്ക് അറിയാമായിരിക്കട്ടെ. എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മൾ തുന്നണ സൂചിയില്ലേ, ആ തുന്നണ സൂചി ഞാൻ എടുത്താണ് രണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എടുത്തിട്ട് വന്നു. അപ്പോൾ നമുക്ക് രണ്ട് ടിപ്പുള്ള ഒരു ഇത് കിട്ടുമല്ലോ. കുറേ പേർക്ക് അറിയാമായിരിക്കട്ടെ. എന്നാലും ഞാൻ പറയണതാണ്, അറിയാൻ പാടത്തവർക്ക് വേണ്ടി മാത്രം. അവിടെ ആ ടിപ്പിലൊന്ന് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ ടിപ്പിലൊന്ന് ഇതുപോലെ ഒരു 2-3 കെട്ടിട്ടിട്ട് ഒന്ന് ഇതാക്കി വയ്ക്കുക. ഒരു നോട്ട് ഇട്ടിട്ട് ഒരു ത്രീ നോട്ടൊക്കെ ഇട്ടോളൂ. ഞാൻ ഇപ്പോൾ 3 നോട്ടായിട്ട് ഇടുന്നത്. 3 നോട്ടിട്ട് ഇട്ടു കണ്ടോ. അപ്പോൾ അവിടെ നോട്ടായി. അപ്പോൾ നമ്മുടെ സൂചി ഇപ്പുറത്തുണ്ട്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പൂക്കൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള പൂക്കളായിട്ട് എടുത്തത്. നമ്മുടെ വീട്ടിലുള്ള ലില്ലിയൊക്കെയാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഇലയും ഹൈഡ്രാഞ്ചിയും പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെ വീട് പോലെ ഉണ്ടാകുന്ന പൂക്കില്ലേ, അതൊക്കെ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് എന്താണോ ഇഷ്ടമുള്ള കളറ് ആ കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ആവശ്യമുള്ള പൂക്കൾ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പയ്യൊന്ന് താഴേക്ക് ഊർത്തി കൊടുത്താൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ കളറിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ നാട്ടിൽ ഇങ്ങനെ കെട്ടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാനൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. മുല്ലപ്പൂ മാല കെട്ടി നമ്മൾ ടെസ്കോയിലും ആൽഡിയിലൊക്കെ ഇടുന്ന മറ്റേ ആസ്റ്റർ എന്ന് പറഞ്ഞ പൂവില്ലേ, പഞ്ചായിട്ട് കിട്ടുന്ന €2 2.99 കിട്ടുന്നത്. അതൊക്കെ വെച്ച് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എനിക്കത് വാങ്ങാൻ പോകുന്ന സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ ചുമ്മാ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിന് നിൽക്കാൻ. അപ്പോൾ നമുക്ക് അതിനകത്താണ് വെള്ള ആസ്റ്റർ കിട്ടും, മഞ്ഞ ആസ്റ്റർ കിട്ടും, വയലറ്റ് അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അതിനകത്താണ് ഇതുപോലെ ഇലയും വരും. അപ്പോൾ നമുക്ക് ആ ഇല തന്നെ ഇതുപോലെ വെക്കുകയും ചെയ്യാം, ഇതുപോലെ ഇല പുറത്ത് വയ്ക്കുകയും ചെയ്യാം, പൂക്കൾ സൈഡിൽ കൂടെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ഉണ്ടാക്കാം. വീട്ടിൽ ഇതുപോലെ പൂ കിട്ടാത്തവരാണെങ്കിൽ നീളമുള്ള ഇല, ആസ്റ്റർ പൂവിന് നീളമുള്ള ഇല കേട്ടോ. അപ്പോൾ ഞങ്ങളെടുത്തേ നമുക്ക് പറ്റും. അപ്പോൾ അതിങ്ങനെ ഇച്ചിരി ഒന്ന് 6 ആഗ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുത്താൽ നമുക്കൊരു ശരിക്കും നല്ല കൈ കൊണ്ട് കെട്ടിയെടുത്ത പൂമാല പോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹൈഡ്രാഞ്ചിയുടെ പൂവായിട്ട് എടുക്കുന്നത്. അതുപോലെ ഇടയ്ക്ക് ഉണ്ടായത് ലില്ലിയുടെ പൂവൊക്കെ ആയിരുന്നേ. അപ്പോൾ അവസാനം ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും വെച്ച് നിർത്തട്ടെ. നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ പോവാം. അപ്പോൾ അവിടെ വെച്ച് നിർത്തി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് നേരത്തെ നമ്മൾ തുടക്കത്തിൽ കെട്ടിയ പോലെ ഒരു 3-4 നോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന നൂല് ഇത്തിരിയുടെ കട്ടിയുള്ളത് എടുത്തോട്ടോ. ഞാനിപ്പോൾ നമ്മൾ തുന്നാൻ ഉപയോഗിക്കുന്ന സാധാരണ നൂല് തന്നെ എൻ്റെ അടുത്ത് ഉണ്ടായുള്ളൂ, അതിൻ്റെ അടുത്ത്. അല്ലെങ്കിൽ ഇത്തിരിയുടെ കട്ടിയുള്ള നൂല് എടുക്കണമെങ്കിൽ നമുക്ക് ഇത്തിരിയുടെ ഭംഗിയിൽ കിട്ടുവേ. ചുമ്മാ ഇങ്ങനെ നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൂമാല റെഡി ആയിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് പിൻ ചെയ്യാം അല്ലേ. ഞാൻ ചെയ്ത് വെച്ചുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാല നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാച്ചുള്ള സാരിയും ബ്ലൗസൊക്കെ വരുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിന് പറ്റുന്ന കളറല്ലല്ലോ അത്, പക്ഷെ നല്ല രസം